അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിഖഹിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അൽ മിയാഹു എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചാപ്റ്റർ വായിക്കാം. അദ്ദർസു സാലിസ് അൽ മിയാഹു. അൽ മിയാഹു എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളങ്ങൾ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, എന്താണ് വെള്ളത്തിനെ കുറിച്ച് ഇത്ര തോനെ പഠിക്കാണ്ടോ? ഉണ്ട്, വെള്ളത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കുന്നത് നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ വെള്ളത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസ്സുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാകാൻ വെള്ളം വേണം. വെള്ളം 3 വിധമാണ്: തുഹൂറ്, ത്വാഹിറ്, നജസ്. അപ്പൊ നമുക്ക് പറഞ്ഞില്ലേ, സലാത്ത് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ പറഞ്ഞത്? നിസ്കാരത്തിന് ഷർത്തുണ്ട്. ആ ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്? അശുദ്ധികളിൽ നിന്നും നജസ്സുകളിൽ നിന്നും ഒക്കെ ശുദ്ധിയാകണം. എങ്ങനെയാണ് ഈ ശുദ്ധിയാകല്? ശുദ്ധിയാകാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? വെള്ളം വേണം അല്ലെ? വെള്ളം കൊണ്ടാണ് നമ്മൾ അഴുക്കുകളും നജസ്സുകളും ഒക്കെ കഴുകിക്കളയുന്നത്. അപ്പോൾ വെള്ളം 3 വിധമാണ്: തൊഹൂറ്, ത്വാഹിറ്, നജസ്. എന്തൊക്കെയാണിത് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തൊഹൂറു സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ഇത് മുത്തലക്കായ വെള്ളം എന്നും ഇതിന് പറയും. കിണർ, കുളം, പുഴ, കടൽ മുതലായവയിലെ വെള്ളം തൊഹൂറാണ്. എന്താണ് തൊഹൂറായ വെള്ളം എന്ന് പറയാ? സ്വയം ശുദ്ധിയുണ്ട്, സ്വയം ശുദ്ധിയുള്ള വെള്ളമാണത്. പിന്നെന്താ? മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. മറ്റൊരു വസ്തുവിനെ അതിനെ വൃത്തിയാക്കാൻ എന്താണ്? അതിന് കഴിവുണ്ട്. മറ്റൊരു വസ്തുവിനെ എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധിയാക്കാൻ, അത് കഴുകിക്കളയാനൊക്കെ കഴിവുണ്ട്. സ്വയം ശുദ്ധിയുള്ളതാണ്. പിന്നെന്താണ്? തൊഹൂറിന് മുത്തലക്കായ വെള്ളം എന്നും പറയപ്പെടും. കിണറ്, കുളം, പുഴ, കടൽ മുതലായവയിലെ വെള്ളം തൊഹൂറാണ്. നമുക്കറിയാലേ, കിണറിലെ വെള്ളമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. എന്താണ്? ശുദ്ധിയുള്ളതാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താണ്? ആ വെള്ളം തന്നെയാണ് നമ്മൾ എന്താണ് നമ്മളെ വസ്ത്രം അലക്കാനും വുളൂ ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊരു വസ്തുവിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് തൊഹൂറ്. ഇനി എന്താ ത്വാഹിറ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ മുതലായവ ത്വാഹിറാണ്. എന്താണ് ത്വാഹിറായ വെള്ളം? സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ എന്താണ്? മറ്റൊരു വസ്തുവിനെ എന്തെങ്കിലും അഴുക്കോ അതിലെന്തെങ്കിലും നജസോ അങ്ങനെ എന്തെങ്കിലും ആയാൽ എന്താണ്? ശുദ്ധിയാക്കാൻ കഴിയില്ല. ശുദ്ധിയാക്കാൻ അതിനെന്താ? കഴിവില്ല. ഏതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ എപ്പോഴും കുടിക്കൂലേ? പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് നജസായ സാധനങ്ങൾ കഴിക്കലുണ്ടോ? ഇല്ല. വസ്ത്രങ്ങൾ കഴുകലുണ്ടോ? ഇല്ല. കുളിക്കലുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ എന്താണ്? കുടിക്കലുണ്ട്, നമ്മള് കുളിക്കലില്ല. അപ്പൊ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് ത്വാഹിറായ വെള്ളം. അന്നജിസു സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം മൂത്രം. എന്താണ് നജസായ വെള്ളം എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയില്ല, സ്വയം തന്നെ ശുദ്ധിയില്ല. പിന്നെ എന്താണ്? മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിവില്ല. ഏതുപോലെ? മൂത്രം പോലെ. മൂത്രം കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അതെന്താണ്? നജസായ സാധനമാണ്, ശുദ്ധിയില്ല, അതിന് ശുദ്ധിയില്ല. പിന്നെ മൂത്രം കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ അലക്കാറുണ്ടോ? ഇല്ല. കുളിക്കാറുണ്ടോ? വുളൂ ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ? എന്താണ്? അതിന് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. അപ്പൊ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് നജിസു. അപ്പൊ ഇത്രയാണ് എന്തപ്പോ വെള്ളം നമ്മൾ 3 വിധാണെന്ന് പറഞ്ഞു. ഏതൊക്കെ? തൊഹൂറ്, ത്വാഹിറ്, നജിസ്. ഇത്രയും മനസ്സിലായല്ലോ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണ്ടേ. ഫർദായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും നജിസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജ്ജിസ് എന്നും പറയും. എന്താണ്? ഫർദായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, നമ്മൾ വുളൂ ചെയ്ത കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? മുസ്തഅമൽ. അല്ലെങ്കിൽ നമ്മൾ ഫർദായ കുളിക്ക് എടുത്ത വെള്ളം, അത് കുറഞ്ഞ വെള്ളത്തിന് എന്താണ്? ആ വെള്ളത്തിന് നമ്മൾ എന്താണ് പറയും? ഒരു പേര് പറയും. ആ പേരാണ് മുസ്തഅമൽ. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജ്ജിസും എന്ന് പറയും. ഈ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് രക്തമായി. രക്തം നമുക്കറിയാലോ നജസാണ്. അല്ലെങ്കിൽ മൂത്രം നമുക്കറിയാം നജസാണ്. അപ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ,
മൂത്രമോ ഇപ്പോൾ രക്തമോ ഒക്കെ ആയ വെള്ളം, നജസായ സാധനങ്ങളായ വെള്ളം, ആ വെള്ളത്തിന് എന്താണ് മുത്തനജ്ജിസ് എന്നും പറയും. അവ രണ്ടും ഒരുമിച്ച് കൂടി രണ്ട് കുല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ തൊഹൂറാണ്. ഈ മുസ്താമലായ വെള്ളം, മുത്തനജ്ജിസായ വെള്ളം, എന്താണ് മുസ്താമിലായ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫർദായ വുളൂഇനോ കുളിക്കോ എന്തിനെങ്കിലും ഉപയോഗിച്ച കുറച്ച് വെള്ളം. പിന്നെന്താണ് മുത്തനജിസ് പറഞ്ഞാൽ നജസായ കുറഞ്ഞ നജസായ വെള്ളം. ഈ രണ്ട് വെള്ളം പാടെ ചേർന്ന് രണ്ട് കുല്ലത്ത് പറഞ്ഞ ഒരു കണക്കാണ്, അറബിയിലുള്ള ഒരു കണക്കാണ്. രണ്ട് കുല്ലത്തായാലും ഏകദേശം ഒരു 200 ലിറ്ററൊക്കെ വരുമെന്ന് തോന്നുന്നു. അതായ രണ്ട് കുല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ, പ്രത്യക്ഷത്തിൽ ആ വെള്ളത്തിനൊരു കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ എന്താണ് തൊഹൂറാണ്, ഇത് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസാവും. ഇനി എന്താണ് കുറച്ച് വെള്ളമുള്ളൂ, രണ്ട് കുല്ലത്തൊന്നുമില്ല, വളരെ കുറഞ്ഞ വെള്ളമുള്ളൂ, അതിൽ എന്തായി നജസായി. അപ്പൊ എന്താണ് അത് നജസായാൽ ചേർന്നാൽ എന്തെന്നാവും മുത്തനജ്ജിസാവും. രണ്ട് കുല്ലത്തുണ്ടെങ്കിൽ പകർച്ചയായാൽ മാത്രമേ മുത്തനജ്ജിസാവുകയുള്ളൂ. ഇനി രണ്ട് കുല്ലത്തുണ്ട്, അതിലേക്കാണ് നമ്മൾ രക്തമോ മൂത്രമോ എന്തെങ്കിലും ആയാലുണ്ട്, അത് പകർച്ചയില്ലെങ്കിൽ എന്താണ് കുഴപ്പമൊന്നുമില്ല, പകർച്ച ആയാൽ മാത്രമേ എന്തുള്ളൂ മുത്തനജ്ജിസാവുകയുള്ളൂ. അപ്പൊ ഇത്രയാണ് പറഞ്ഞത് ചോദിച്ചാല് വെള്ളം 3 വിധമാണ്: ത്വാഹിറ്, തൊഹൂറ്, താഹിറ്, നജസ്. ഇത് 3 മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളത്തിന് മുസ്തഅമിൽ എന്ന് അത് മനസ്സിലാക്കി വെക്കുക. അതേപോലത്തെ നജസ് ചേർന്ന, കുറഞ്ഞ നജസ് ചേർന്ന വെള്ളത്തിന് എന്താവും മുത്തനജ്ജിസ് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് തദ്രീബാത്തുകൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.